എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള സാധാരണ ഒരു TV അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് TV ആയിരിക്കും. പക്ഷേ ആപ്പൊക്കെ ഓണാക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ആക്കുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും അത് ഓപ്പണായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള TVനെയൊക്കെ നല്ല അടിപൊളി ഒരു സ്മാർട്ട് TV ആക്കി മാറ്റാൻ വേണ്ടി ഏറ്റവും വില കുറഞ്ഞ ഒരു ഡിവൈസാണ് ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്ക്. ആമസോണിൽ ഓഫറുള്ള സമയത്ത് ഇത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിലക്കുറവിൽ തന്നെ കിട്ടും. ഇതിൻ്റെ എല്ലാ മോഡലിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി അതിൻ്റെ പ്രൈസൊക്കെ ചെക്ക് ചെയ്യാം. ഫയർ TV സ്റ്റിക്കിൻ്റെ HD മോഡലും 4K മോഡലും 4K മാക്സ് മോഡലും പിന്നെ ക്യൂബും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് തോന്നിയ സാധനം 4K മാക്സ് തന്നെയാണ്. ഇതിൽ നമുക്ക് എല്ലാവിധ OTT ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ 1 ഇയർ ചാർജൊക്കെ കൊടുത്തതിന് ശേഷമേ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പുതിയ ഒരു ആമസോൺ ഫയർ TV സ്റ്റിക്ക് നിങ്ങൾ മേടിക്കുമ്പോൾ 3 മാസമൊക്കെ പ്രൈം മെമ്പർഷിപ്പും ആമസോൺ പ്രൈം വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് പെട്ടി പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഫയർ TV സ്റ്റിക്കിനാണ് ഒരു കുള്ള സാധനം. പിന്നെ ഇതിന് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേബിളാണ്. നമ്മുടെ ഫോണിൻ്റെ അതേ കേബിൾ തന്നെയാണ്. പിന്നെ റിമോട്ടാണ്. റിമോട്ട് എന്ന് വെച്ചാൽ പക്ക സാധനമാണ്, അടിപൊളി സാധനം. പിന്നെ വരുന്നത് ഒരു HDMI മെയിൽ ആൻഡ് ഫീമെയിൽ കേബിളാണ്. ഇത് നമ്മുടെ ഫയർ TV സ്റ്റിക്ക് TVയിലേക്ക് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു കൊച്ചു പുസ്തകമാണ്. ഇത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തരുന്നു. പിന്നെ 2 റിമോട്ടിലിടാൻ വേണ്ടിയുള്ള ബാറ്ററി ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ തന്നെയാണ്, ഒരു ആമസോണിൻ്റെ ബ്രാൻഡിൽ വരുന്ന ചാർജർ. ഇതാണ് പവർ കൊടുക്കുന്നത് 5 വോൾട്ട്. ഇതാണ് നമ്മുടെ കുള്ളൻ സാധനം. ഇതാണ് നമ്മുടെ ആമസോൺ ഫയർ TV സ്റ്റിക്ക് 4K മാക്സ്. ഫയർ TV സ്റ്റിക്ക് ലൈറ്റ് മേടിച്ചാലും HD മേടിച്ചാലും 4K മേടിച്ചാലും 4K മാക്സ് മേടിച്ചാലും കാണുമ്പോൾ ഒരേപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഓരോന്നിനും കുറച്ച് നീളം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ 4K മാക്സിലാണെങ്കിൽ ഫയർ TV എന്ന് എഴുതിയിരിക്കുന്നതും കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള TV അല്ലെങ്കിൽ പ്രൊജക്ടറിൻ്റെ HDMI വഴിയാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചു പുസ്തകം തുറന്നു നോക്കാം. ഇതിനകത്ത് എങ്ങനെ കണക്ഷൻ കൊടുക്കാം, എങ്ങനെ സെറ്റപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാം. പക്ഷേ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പുതിയൊരു ഫോൺ മേടിച്ചിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആമസോണിൻ്റെ അക്കൗണ്ട് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. നല്ല അഡാപ്റ്റർ തന്നെയാണ് ആമസോണിൻ്റെ ഈ ഒരു അഡാപ്റ്റർ. ഇതാണ് ഇതിന് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 5 വോൾട്ടിൻ്റെയാണ്, നമ്മുടെ ഫോണിൻ്റെ ചാർജർ തന്നെ. പിന്നെ നല്ല നീളം കൂടിയ ഒരു മൈക്രോ USB കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എവിടെ കൊണ്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും വയറിൻ്റെ നീളം എത്തുമോ എന്ന് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ലൊരു നീളം തന്നെ ഇതിനുണ്ട്. ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ അഡാപ്റ്ററിലേക്ക് നമ്മുടെ ചാർജിങ് കേബിൾ കുത്തുന്നു. അതിൻ്റെ ചാർജിങ്ങിൻ്റെ ആ ഒരിത് നമ്മുടെ ഫയർ TV സ്റ്റിക്കിലേക്ക് കുത്തുന്നു. നമ്മുടെ പവർ സപ്ലൈയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ HDMI ഇന്നിലേക്ക് നമ്മളാണ് മെയിലുള്ള അഡാപ്റ്റർ കുത്തുന്നു. ഇത് നമ്മുടെ TVയിലേക്ക് വളരെ എളുപ്പത്തിൽ കുത്താൻ വേണ്ടിയാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മുടെ TVയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ TVയിലെ HDMIയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. വളരെ ഈസിയാണ്. നല്ല അടിപൊളി ഒരു ബ്ലൂടൂത്ത് റിമോട്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ 1500 രൂപയാണ് പുതിയ റിമോട്ടിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. പിന്നെ ഓഫറുള്ള സമയത്ത് ഈ ഒരു വില കുറഞ്ഞ ഫയർ TV സ്റ്റിക്കിൻ്റെ ഒപ്പം ഈ റിമോട്ട് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് 2000 രൂപ താഴെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാണ്ട് ഓർത്തിരിക്കണം. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 3 റിമോട്ടുണ്ട്. പക്ഷേ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ നിലത്തൊക്കെ ചാടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഓക്കെയാണ്. പിന്നെ നമ്മുടെ സമയം മോശമാണെങ്കിൽ ഇതൊക്കെ അടിച്ചു പോകാൻ വലിയ താമസമൊന്നുമില്ല. എല്ലാം നമ്മുടെ സമയം പോലെ തന്നെ. നമ്മുടെ സമയം മോശമാണെങ്കിൽ നമ്മൾ അതിന് തട്ടിപ്പോവും. പിന്നെ റിമോട്ടിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് നമ്മൾ കൈ പിടിച്ച ആകെ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ TVയിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ TVയിലല്ല, എളുപ്പത്തിന് വേണ്ടി നമ്മുടെ മോണിറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. HDMI കുത്തുന്നു, അതിലേക്ക് നമ്മൾ ഫയർ TV സ്റ്റിക്ക് കുത്തുന്നു. ഞാൻ കുറച്ച് നീളം കൂടിയ ഫീമെയിൽ HDMI കേബിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി. പിന്നെ നമ്മൾ നമ്മുടെ ഇത് പവർ കൊടുക്കുകയാണ്. സംഭവം കണക്ഷൻ കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം നിങ്ങൾ കണ്ടോ, വളരെ ഈസി ആയിട്ട് ആർക്കും കൊടുക്കാം. നിസാര സംഭവമുള്ളൂ. നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും.
നമ്മൾ ടി വി ഒക്കെ ഓണാക്കിയിട്ട് അതിൽ യൂട്യൂബൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇതിലങ്ങനെ ഡിലേ ഒന്നുമില്ല. ഇതുകൊണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ വന്നു. നമ്മുടെ വീട്ടിലുള്ള വൈഫൈ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിലുള്ള ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്ത ആപ്പൊക്കെ ആപ്പ് സ്റ്റോറിലുണ്ട്, അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാം നല്ല ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ടി വി ഒരു 4K ടി വി ആണെങ്കിൽ തീർച്ചയായിട്ടും 4K മാക്സ് തന്നെ എടുക്കുക. കാരണം 4Kനേക്കാളും കുറച്ചും കൂടെ പുതിയതും നല്ല ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതും 4K മാക്സിലാണ്. ഇത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ്, വളരെ പെട്ടെന്ന് തന്നെ പ്ലേ ആയി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും എനിക്ക് 4K മാക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം, ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയതും. 4 മോഡൽ ഫയർ ടി വി സ്റ്റിക്ക് നിലവിൽ മാർക്കറ്റിലുണ്ട്. ഇതിൽ ഏത് മോഡൽ മേടിക്കണമെന്ന് നിങ്ങൾക്ക് ആലോചന ഉണ്ടെങ്കിൽ നിങ്ങൾ ടി വി 4K ആണെങ്കിൽ 4K മാക്സ് തന്നെ മേടിക്കാൻ നോക്കുക, അതാണ് പക്ക. പിന്നെ നിങ്ങൾ ടി വി ഒരു ഫുൾ HD ടി വി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 4K മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ 4K മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, HD മേടിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ഫയർ ടി വി സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഏറ്റവും വില കുറഞ്ഞ സാധനം, അത് മേടിക്കരുത്. കാരണം അത് ഒത്തിരി പഴയ വെർഷനാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ആപ്പിൻ്റെയൊക്കെ സൈസ് ഒത്തിരി കൂടിയതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 1-2 ആപ്പ് കയറ്റുമ്പോൾ തന്നെ സംഭവം സ്ലോ ആവും. HD ആണെങ്കിൽ അത്ര കുഴപ്പമില്ല, 4K ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. 4K മാക്സ് ആണെങ്കിൽ നല്ല പക്കയായിട്ട് വർക്കാവും കുറച്ച് ആപ്പ് കയറ്റി കഴിഞ്ഞാലും. ഞാനിവിടെ ഒരുപാട് ആപ്പൊക്കെ കയറ്റി ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ സാധിക്കും.